ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന മെഴ്സറസ് എഞ്ചിൻ ഓവർ ഹീറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന സമയത്തുള്ള വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് അഴിച്ച സമയത്തുള്ള വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു വാഹനം എഞ്ചിൻ ഓയിൽ കൂളർ ഡാമേജ് ആയിട്ട് എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റ് കൂളൻറ്റിലോട്ട് മിക്സ് ആയിട്ട് ഒരു ഒരു വേസ്റ്റ് രൂപത്തിലാണ് ഈ ഒരു വാഹനത്തിലെ കൂളൻ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് വാഹനം എഞ്ചിൻ ഓവർ ഹീറ്റ് ആയതാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ പമ്പും തെർമോസ്റ്റാറ്റൊക്കെ കംപ്ലീറ്റ് ഓയിൽ രൂപത്തിൽ, അതേമാതിരി തന്നെ ഓയിൽ വേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റേഡിയേറ്റർ കംപ്ലീറ്റ് അഴിച്ച് നമ്മൾ ഫ്ലഷ് ചെയ്തിട്ട് അതേമാതിരി തന്നെ എഞ്ചിനകത്തും കംപ്ലീറ്റ് സിസ്റ്റം ഫ്ലഷ് ചെയ്തിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കൂളറും അതേമാതിരി തന്നെ റേഡിയേറ്റർ ഫ്ലഷിങ്ങും ഹോസുകളും കാര്യങ്ങളും വാട്ടർ പമ്പും എല്ലാം തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞുള്ള അവസ്ഥയിലുള്ള ഒരു വീഡിയോ ആണിത്. ഇതിലെ മെയിനായിട്ടുള്ള ഒരു വില്ലനാണ് ഈ കാണുന്നത്. ഇതാണ് എഞ്ചിൻ ഓയിൽ കൂളർ എന്ന് പറയുന്നത്. ഈ ഒരു കൂളർ ഡാമേജ് ആയിട്ടാണ് ഈ ഒരു പ്രശ്നം മൊത്തം വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതേമാതിരി തന്നെ ഇതിൻ്റെ വാട്ടർ പമ്പും കാര്യങ്ങളും എല്ലാം തന്നെ റീപ്ലേസും ചെയ്തിട്ടുണ്ട്. റേഡിയേറ്റർ നമ്മൾ റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കംപ്ലീറ്റ് അഴിച്ച് ഫ്ലഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിൻ്റെ അതേമാതിരി തന്നെ ഇതിപ്പോൾ നിങ്ങൾ നിലവിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂളൻ്റ് എന്ന് പറയുന്നത് പക്ക ഓയിലൊന്നും ഇല്ലാതെയുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. നേരത്തെ എന്ന് പറയുന്നത് ഇതൊന്നല്ലായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയൊരു നല്ലൊരു വർക്ക്ഷോപ്പാണ് ആര്യ ഓട്ടോ എന്ന് പറയുന്നത്. കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.